മറ്റൊരു മകനെക്കുറിച്ചുള്ള പരാതിയാണ്. കൗമാരപ്രായത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ കുട്ടി. വാശിക്കാരനാണ്, പക്ഷെ ആൾ പാവമാണ്. വിചാരിച്ചാൽ എന്തും നേടിയെടുക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞ കാര്യവും അവൻ ചെയ്തു കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് അവനെത്തും. ഇവൻ്റെ പ്രശ്നം ഇത് തന്നെ. നിസ്കാരത്തിനും മറ്റൊക്കെ പോയിരുന്ന ഒരാളാണ്. ഇപ്പം അത് വീട്ടിൽ നിന്ന് നിസ്കരിക്കണു. എന്നാൽ നിസ്കാരത്തിൽ ഒതുങ്ങി നിൽക്കുക, അതിൻ്റെ ഒരു ഭക്തിയൊന്നും അവനിൽ കാണുന്നില്ല. പറഞ്ഞാൽ അനുസരിക്കണില്ല. ഖുർആൻ പാരായണം തീരെ കുറവാണ്. ഇതൊക്കെ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. കൂടുതൽ സമയം കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നിബന്ധനകൾ പറഞ്ഞു, ഇന്ന കാര്യം ചെയ്തു തന്നാൽ ഞാൻ ഇതനുസരിച്ചോളാം എന്നൊക്കെ പറയാണ്. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം അവനെ ശരിയാക്കാനാണ് ആവശ്യം. ഇതൊക്കെ എന്താ പറയുക, പാരൻറ്റിങ്ങിൻ്റെ വലിയ സംഭവങ്ങളാണ്. ഇതൊക്കെ നമുക്കിപ്പോൾ ഓരോ കുട്ടീൻ്റെയും സ്വഭാവ ഗുണങ്ങൾ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഡയറക്ഷനുകൾ കൊടുക്കാനേ പറ്റുള്ളൂ. ഇത് പൊതുവായി പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അത് വന്നോളണമെന്നില്ല. ഞാൻ ഇതിൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രത്യേക സമയം വരെ ഇവർക്ക് ഈ ബുദ്ധിമുട്ടൊന്നും അവൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ എന്താണ് ഈ ബുദ്ധിമുട്ട് വരാൻ കാരണം? അവിടെ എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, എല്ലാ മനുഷ്യനും അവൻ വളർന്നു വരുന്നതിനനുസരിച്ചുകൊണ്ട് അവനിൽ എന്തുണ്ട്, ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ പ്രായവും മാനസിക വളർച്ചയും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പാരൻറ്റിങ്, ഒരു പെരുമാറ്റത്തിലേക്ക് ആര് പോകുന്നില്ല? രക്ഷിതാക്കൾ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും എന്താണ് 10, 15, 16, 18 വയസ്സായ കുട്ടികളെ ഉമ്മാർ കൈ പിടിച്ചിട്ട് റോഡ് കടത്തുന്നത് നമ്മൾ കാണലില്ലേ? വാഹനങ്ങൾ തട്ടും പേടിച്ചിട്ട്. അപ്പോൾ ഇവർക്ക് 15-ാമത്തെ വയസ്സിലും 16-ാമത്തെ വയസ്സിലും 18-ാമത്തെ വയസ്സിലും എല്ലാം അവരൊരു കുട്ടികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എന്തു ചെയ്യും, നമ്മൾ 5-ാം വയസ്സിൽ അവനോട് എന്താണോ ഉപദേശിച്ചത് അതു തന്നെയാണ് 15-ാം വയസ്സിലും 20-ാം വയസ്സിലും 25-ാം വയസ്സിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ കാഴ്ചപ്പാടിനും താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ചു കൊണ്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് അനുവദിക്കണം. അപ്പോൾ ഒരു 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ അവനിപ്പോൾ ഒന്ന് കളിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ പുറത്തു പോയാൽ കൂട്ടുകൂടിയാൽ അവൻ കേടുവരും എന്നൊരു തത്വം മനസ്സിലുണ്ടാവും. അപ്പോൾ കൂട്ടുകാരെന്ന് വിളിക്കുമ്പോൾ അവനെ പറഞ്ഞയക്കൂല. അവിടെ സംഭവിക്കുമ്പോൾ എന്തുണ്ട്, കൂട്ടുകാർ പറയുന്നത് അവൻ്റെ അമ്മ ഒന്നിനും വിടൂല, നമ്മളെ പോലെ. ഇവനും പറയുന്നത് വേറെ ലോലൊക്കെ പറഞ്ഞേക്കും, എന്നെ പറഞ്ഞേക്കൂല. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, സന്ദർഭങ്ങൾ, തെറ്റല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ നമ്മുടെ കുട്ടികളെ സമീപിച്ചിട്ടില്ലെങ്കിൽ അവർ സ്വന്തമായി ചില എൻഗേജ്മെൻറ്റ്സ് കണ്ടെത്തും. അതൊരു പക്ഷേ ഫോണാകും, അല്ലെങ്കിൽ സുഹൃത്തുക്കളാകും, അല്ലെങ്കിൽ അഫെയർ ആകും, എന്തുമാവാം. അത് കണ്ടെത്തുന്നതോടുകൂടെ എന്ത് ചെയ്യും, അവരതിൽ എൻഗേജഡ് ആവും. പിന്നെ നമ്മളവരെ പിന്നാലെ നടന്നാലും അവർ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടില്ല. അപ്പോൾ വളർച്ചയ്ക്കനുസരിച്ചും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൊടുത്ത് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇന്ന് സംഭവിക്കുന്ന മൊത്തത്തിലുള്ള ഈ പ്രശ്നങ്ങൾ അങ്ങനെ, അതായത് അവർ ഒരു കാലഘട്ടത്തിൽ അവർ വിചാരിച്ച പോലെ അവൻ വന്നു, ഇപ്പം വിചാരിച്ച പോലെ കിട്ടണില്ല. കാരണം അവൻ്റെ ലോകം മാറി. അപ്പോൾ ആ മാറുന്ന മാറ്റത്തെ നമ്മൾ ഉൾക്കൊണ്ട്, അവൻ്റെ താല്പര്യങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവൻ്റെ കൂടെ നിന്ന് പോകാൻ പറ്റിയാൽ മാത്രമേ കുട്ടികൾ നമ്മുടെ ആദർശത്തിലും നമ്മുടെ ദീനിലും നിലനിന്ന് പോകുള്ളൂ.